പക്ഷെ ഇന്നലെ വൈകുന്നേരം 12 മണി 1 മണി സമയത്ത് നമുക്ക് പൊട്ടിക്കാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്ക് എടുത്തുകൊണ്ട് വന്ന അത്രയും ഡീസൻ്റ് ആയിട്ട് പൊട്ടിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഗായ്സ്. അതുകൊണ്ട് ഞാൻ ലൂഫ് ഉപയോഗം നിർത്തി. അപ്പോൾ അതിന് പകരം ഇടയ്ക്കെങ്കിലും ഒന്ന് തേച്ചരച്ച് കഴുകണം. നിങ്ങൾ തന്നെ വായിച്ചോളൂ. ഞാൻ ഈ പാക്കറ്റാണ് വാങ്ങിയത്. അതായത് ഇവിടെ നമ്മളെങ്ങനെ തുറക്കാം അതെന്ന് വെച്ചാൽ 4 കോഴിമുട്ട. അപ്പോൾ നമുക്ക് വേഗം അൺബോക്സിങ്ങിലേക്ക് പോകാം. ഓക്കെ, കുട്ടിമണീസ്, ഞാനപ്പോൾ എല്ലാവരും ഇവിടെ ഓക്കെ ആയിട്ടിരിക്കാന്ന് വിചാരിക്കണോ. എനിക്കിവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും പോകുന്നുണ്ട്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഹോൾ വീഡിയോ ആണ്. ഞാനൊരു 2-3 ആഴ്ചയായി ഇവന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണു. ഓർഡർ ചെയ്തിട്ട് സാധനം ഒന്ന് എത്തണമല്ലോ. അച്ഛൻ കൊറിയന്ന് ഇങ്ങോട്ട് എത്തണം. സ്റ്റൈൽ വാനാന്ന് പറഞ്ഞ ആപ്പ് ത്രൂ ആണ് ഓർഡർ ചെയ്തത്. കുറച്ച് കൊറിയൻ പ്രൊഡക്റ്റ്സ് ആണ് ഓർഡർ ചെയ്തത്. എനിക്കാണെങ്കിൽ ഒരു പാക്കേജ് കിട്ടി, എനിക്ക് അത് അപ്പം തന്നെ പൊട്ടിക്കണം. ഇന്നലെ വൈകുന്നേരം ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നപ്പോഴാണ് സാധനം വന്നിരിക്കുന്നത്. പക്ഷെ ഇന്നലെ വൈകുന്നേരം 12 മണി 1 മണി സമയത്ത് നമുക്ക് പൊട്ടിക്കാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കുണ്ടായിരുന്നു. പക്ഷേ വലിയ വെളിച്ചവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ ആ ശ്രമം വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസം കാലത്ത് തന്നെ ഞാൻ ചാടിപ്പടഞ്ഞ് എണീറ്റ് ഇരുന്ന് ഇന്ന് നമുക്ക് നമ്മുടെ സാധനം പൊട്ടിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കേജ്. എനിക്കിത് ഇതുപോലെ ഈ ക്യാമറയുടെ മുന്നിലൊന്നും ഇരുന്ന് പൊട്ടിച്ച ഒരു പരിചയമില്ല. ശരിക്കും ഞാൻ പൊട്ടിക്കുന്നത് ഭയങ്കര വിയേഡായിരിക്കും, കാരണം ആർത്തി കെട്ടിട്ട് ആണ് ഞാൻ പൊട്ടിക്കുക നോർമലി. അപ്പോൾ ഞാൻ കത്രികയൊക്കെ എടുത്തോണ്ട് വന്ന് അത്രയും ഡീസൻ്റ് ആയിട്ട് പൊട്ടിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഗായ്സ്. ഇത് ബബിൾ ടാപ്പൊക്കെ ഇട്ടിട്ട് ഇവിടെ നന്നായിട്ട് ഇവനെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കണ്ടോ, ഒരു പുതിയ മറ്റേ ബാഗിന്നൊക്കെ വരുന്ന മണല്ലേ, അതേ മണമാണ്. ഇതിൻ്റെ ഉള്ളിൽ കാർഡ്ബോർഡ് ഉണ്ട്. നമുക്ക് വേസ്റ്റാണ് നമുക്കിത് ചെയ്യാം. ഓക്കെ, ഇത് നമ്മളെ കുളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇട്ട് അരച്ച് റബ്ബ് ചെയ്യണ ഒരു എഫക്റ്റ് കിട്ടാനുള്ളത്. ഇപ്പോൾ ലൂഫ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ലൂഫ് ഉപയോഗം നിർത്തി. അപ്പോൾ അതിന് പകരം ഇടയ്ക്കെങ്കിലും ഒന്ന് തേച്ചരച്ച് കഴുകണമല്ലോ, അതിന് മാത്രം വേണ്ടി വാങ്ങിയതാണ് ഇവനെ. കുഴപ്പമില്ലെന്ന് വിചാരിക്കണം, ഉപയോഗിച്ച് വെക്കാനാണെങ്കിൽ അറിയുള്ളൂ. നല്ല അറിയുന്നുണ്ട്, നല്ല മണമുണ്ട്. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് സാധനം. ഇനി അടുത്തത് ഒരു അയാം മൾട്ടി സ്റ്റിക്ക് ഡ്വെൽ. അയ്യം മെമ്മിയോ അങ്ങനെയാണ് ഈ ബ്രാൻഡിൻ്റെ പേര്. നിങ്ങൾ തന്നെ വായിച്ചോളൂ, ഞാനായി വായിച്ച് ഓവറാക്കി ചളവാക്കുന്നില്ല. ഓക്കെ, ഓ ഇവരെന്നോട് ഹലോ സൺഷൈൻ നൈസ് ടു മീറ്റ് ചെയ്യുന്നു. കാശി പോയിട്ട് ഇന്ത്യയാണല്ലോ, അവർക്ക് അങ്ങനെ പലതും പറയാം. കുഴപ്പമില്ല. കോണ്ടൂറിങ്ങും ഹൈലൈറ്റിങ്ങും കൂടിയിട്ട് സെയിം സ്റ്റിക്കിൽ വരുന്ന സംഭവമാണ്. ഇതൊക്കെ കൂടി ഇപ്പം ഞാൻ ചാടിപ്പടഞ്ഞ് വാങ്ങിയിട്ടുണ്ടാന്ന് വെച്ചാൽ എൻ്റെ മേക്കപ്പ് പ്രൊഡക്റ്റ്സ് ഞാൻ ഭയങ്കര കുറവായിട്ട് മേക്കപ്പ് പ്രൊഡക്റ്റ്സ് വാങ്ങാറുള്ളൂ. അതായത് വാങ്ങിയാൽ തന്നെ ഒരു സാധനത്തിൻ്റെ ആത്മാവ് തീരണ വരെ ഞാനത് ഉപയോഗിക്കും. അത് കഴിഞ്ഞാൽ അടുത്ത പ്രൊഡക്റ്റിനെ പറ്റി ആലോചിക്കുള്ളൂ. അങ്ങനെ ഇരുന്നിരുന്ന് ഇപ്പം എൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഞാൻ വിചാരിച്ചു ഓക്കെ ലെറ്റ്സ് ബൈ സം മേക്കപ്പ് പ്രൊഡക്ട്സ്. വിൽക്കാനും പറ്റണില്ലല്ലോ. എനിക്ക് വിഷമമുണ്ട് ഇവരുടെ ഹലോ സൺഷൈൻ കീറി കളയാൻ, പക്ഷേ പൊട്ടിക്കണമെങ്കിൽ നമുക്കിത് കയറണമല്ലോ. സോ ഇതാണ് ബേസിക്കലി ആ സ്റ്റിക്ക്. ഇതൊക്കെ കൊറിയൻ പ്രൊഡക്ട്സ് ആണ്. ഇതിലിതാ ഈ സൈഡിലാണ് ഹൈലൈറ്റർ വരുന്നത്. കണ്ട് കുട്ടിക്കരി, എനിക്ക് സത്യം പറഞ്ഞാൽ കാണാനില്ല. ഞാൻ ഫോണിലൊന്ന് നോക്കട്ടെ എന്താണ് അവസ്ഥ എന്ന്, കാരണം എനിക്ക് കാണുന്നില്ല. നമുക്ക് കുറച്ച് കവിളും ഇടാം. അപ്ലിക്കേഷനൊക്കെ നല്ല ഈസിയാണ്. യെസ്, ഇറ്റ്സ് ഗുഡ്. നമുക്ക് കുറച്ച് ഇവിടെ വാരിത്തേക്കാം. എൻ്റെ ഒരു ഇതിന് ഇത് ഓക്കെയാണ്.
ഓരോരുത്തർക്കും ഓരോ പ്രയോറിറ്റി ആണല്ലോ. സോ മേ ബി വേറെ ആൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. ഞാനിത് ഓവറാക്കി ചളവാക്കുന്നില്ല ഇപ്പം തന്നെ. പിന്നെ ഇതാ ഈ സൈഡിൽ കോണ്ടൂറിങ് ആണ് തന്നത്. പിന്നെ എനിക്ക് ദൈവം സഹായിച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു മൂക്കാണ് തന്നിരിക്കുന്നത്. എൻ്റെ അപ്പാപ്പിന് എനിക്ക് ഓകെ തന്നിട്ട് പോയി സാധനമാണ്. പിന്നെ കോണ്ടൂർ എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ നല്ല വൃത്തികേടുണ്ടാവും. സോ പക്ഷേ സാധനം നല്ലതാണ്. എനിക്കിത് സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടമായി. ഫോർ മീ ഇറ്റ്സ് ഓക്കെ. എത്ര നേരം നിൽക്കുന്നൊന്നും എനിക്കറിയില്ല. സോ ലെറ്റ്സ് സി. നമുക്കിതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഉപയോഗിച്ചതിന് ശേഷം ഇടുന്നതാണ്. ഓക്കെ. ഇനി അടുത്തത് നമ്മുടെ കവർ പെർഫെക്ഷൻ ട്രിപ്പിൾ പോട്ട് കൺസീലർ കണ്ടോ. ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. ബെസ്റ്റ് കവർ എക്സ്പെർട്ട് ഫോർ യു എന്നൊക്കെയാണ് ഇവർ തള്ളി മറക്കണത്. ഇതിൽ 3 ഷെയ്ഡാണ് ബേസിക്കലി വരുന്നത്. ഒരു കുഞ്ഞു സാധനമാണ്, പക്ഷെ 3 കളർ ഉണ്ട്. എനിക്കിത് വേണമെങ്കിൽ 2-3 വർഷം ഇത് ഓടും. സ്മെൽ സോ ഗുഡ്. കണ്ട 3 കളറാണ് വരുന്നത്. ഇത് കാണുമ്പോൾ എനിക്ക് തൊടാൻ തോന്നണില്ല, കാരണം എനിക്കിതൊക്കെ ആദ്യം ഒന്ന് പഠിക്കണം. ഞാൻ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും അല്ലാത്തത് കൊണ്ട് ഐ നീഡ് ടു പഠിക്കൽ ഓൾ ദീസ് തിങ്സ് ഫസ്റ്റ്, ദെൻ ഐ ഹാവ് ടു അപ്ലൈ. അതുകൊണ്ട് ഇപ്പം ഞാൻ ചാടിപ്പിടിച്ച് അപ്ലൈ ചെയ്തിട്ട് നശിപ്പിക്കണില്ല. ഇത് SAEM സീമോ. എനിക്ക് ഇവരുടെ പ്രൊനൗൺസിയേഷനൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊനൗൺസിയേഷനാണോ വരാമെന്നൊന്നും അറിയില്ല. സോ ദിസ് ഈസ് മൈ നെക്സ്റ്റ് പ്രൊഡക്റ്റ്. ഓക്കെ. പിന്നെ നമ്മുടെ ഫേമസ് സൺസ്ക്രീൻ 2 വാങ്ങിയിട്ടുണ്ട്. അതെനിക്ക് തന്നെയാണ് വാങ്ങിയേക്കണേ. ഇത് ഞാനിപ്പോൾ പൊട്ടിക്കണില്ല, കാരണം ഇത് പൊട്ടിച്ചത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ വാങ്ങല്ലേ എന്ന് വെച്ചിട്ട് എക്സ്ട്രാ ഞാൻ കയ്യിൽ വാങ്ങി വെച്ചതാണ്. കാരണം ഇതൊക്കെ കൊറിയന്ന് വരുന്നതില്ലേ, നമ്മൾ ഓൾറെഡി ഷിപ്പിങ്ങും ഇതും കൊടുത്തിട്ടല്ലേ കൊണ്ടുവരുന്നത്. അപ്പോൾ വാങ്ങണ സ്ഥിതിക്ക് കയ്യിലത് വാങ്ങി വെക്കാന്ന് വെച്ചാൽ ഇനി പെട്ടെന്ന് ഒരാവശ്യം വരുമ്പോൾ നമ്മളൊക്കെ പെട്ടെന്ന് വാങ്ങണ്ടല്ലേ, പിന്നെയും ഷിപ്പിങ് കൊടുത്തിട്ട്. സോ അതുകൊണ്ട് എനിക്ക് എൻ്റെ കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. നമ്മുടെ റിലീഫ് സൺറൈസ് പ്ലസ് പ്രോബയോട്ടിക്സ് ബ്യൂട്ടി ഓഫ് ജോസിയനോ ജോസേട്ടനോ ഞാൻ ഉപയോഗിച്ച സൺസ്ക്രീനിൽ എന്നെ വീണ്ടും വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു സൺസ്ക്രീൻ അത് ഇവൻ മാത്രം അതിന് കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ. ഇനി അടുത്തത് പിന്നെ ഞാൻ നല്ല മൂക്കുകടി. പിന്നെ ഞാൻ വാങ്ങിയത് സെൻറ്റലയുടെ ടോണിങ് ടോണറാണ്. ഇത് ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്ത പ്രൊഡക്റ്റാണ്. ബട്ട് കുറേ നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് വാങ്ങണം എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. പക്ഷേ ഞാൻ ഇതുവരെ ഇത് ഉപയോഗിക്കാത്തത് കൊണ്ട് ഞാൻ നല്ല ഒരു കുഞ്ഞി പാക്കറ്റാണ് വാങ്ങിയത്. അതായത് അവരുടെ അവൈലബിൾ ആയിട്ടുള്ള 30 ml സാധനമാണ് വാങ്ങിയത്. ഭയങ്കര കുഞ്ഞാണ്. സോ ഇതിവർ പറയുന്നത് നമുക്ക് നല്ല ഹൈഡ്രേറ്റിംഗ് ഫീലും കാര്യങ്ങളൊക്കെ തരും എന്നാണ് ഇത് പറയുന്നത്. അവർ പറഞ്ഞു വെക്കുന്നത് അതാണ്. എനിക്കറിയില്ല, ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. സോ ഉപയോഗിച്ചിട്ട് പിന്നീട് ഒരിക്കലും നല്ലതാണെങ്കിൽ ഞാൻ റിവ്യൂ പറയാം. ഓക്കെ. ഇതിനൊരു അന്ത്യമില്ലാന്നല്ലേ ചെറുതായിട്ട്. ഞാൻ ഇങ്ങനെ വാങ്ങുമ്പോൾ എനിക്ക് ആർത്തി കെട്ട് വാങ്ങും ഗൈസ്. അങ്ങനത്തെ ഒരു സ്വഭാവമായിപ്പോയി. ഇത് അതിൻ്റെ കൂടെ തന്നെ അവരെനിക്ക് തന്നേക്കണ എനിക്ക് തോന്നുന്നു സൺസ്ക്രീനാന്ന് തോന്നുന്നുണ്ട്, എന്നെ മയക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഈ സാഷ പാക്കറ്റിലൊന്നും ഞാൻ വീഴില്ല എന്ന് അവർക്ക് അറിയില്ലല്ലോ. സോ ജസ്റ്റ് ഒരു കുഞ്ഞ സാഷ പാക്കറ്റ് ഫോർ സെൻറ്റല്ല മഡിഗോസ്കർ സെൻറ്റല്ലയുടെ. ഓക്കെ. പക്ഷെ ഞാൻ ഇതുവരെ ഉപയോഗിച്ച എല്ലാ കൊറിയൻ ബ്രാൻഡും ഐ ഫീൽ ലൈക്ക് സോ ഗുഡ് ബേസിക്കലി. ഇനി അടുത്തതാണ് എൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മേബിലിൻ്റെ 120 സംഭവം. ഞാനത് നാട്ടിൽ നിന്ന് 3 വർഷം മുന്നേ വാങ്ങിയ സാധനമാണ്. സ്റ്റിൽ എൻ്റെ കയ്യിലിരിക്കുന്നത്. കാരണം ഞാൻ ഒട്ടും ഉപയോഗിക്കാത്തൊരു സാധനമാണ് ഫൗണ്ടേഷൻ. എനിക്ക് ഫൗണ്ടേഷൻ ഉപയോഗിക്കാൻ മടിയുണ്ടെന്ന് ചോദിച്ചാൽ മടിയുണ്ട്. പിന്നെ ഇത് അപ്ലൈ ചെയ്ത് പോകണ്ടേ. പിന്നെ പേഴ്സണലി ഫൗണ്ടേഷനുള്ള ഭയങ്കര ഹെവിനെസ് ഫീൽ, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുകയില്ല. സോ അത് ഇരുന്ന് കേടായി. ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഐ നീഡ് സം ഫൗണ്ടേഷൻ. അപ്പോഴാണ് നമ്മുടെ ഈ ടിർ സാധനം വൈറലായിക്കൊണ്ടിരിക്കുന്നത് കണ്ടത്. കൊറിയൻ ബ്രാൻഡായ കാരണം
ഇവിടെ ഒന്നും ഷോപ്പിലൊന്നും അവൈലബിൾ അല്ലല്ലോ. നമുക്ക് പോയി ട്രൈ ചെയ്ത് നോക്കി നമ്മുടെ ഷെയ്ഡ് കണ്ടുപിടിക്കാൻ. എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ടിക്ടോക്കിലൊരു ഫിൽറ്റർ ഉണ്ട്, ആ ഫിൽറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം നമ്മുടെ എന്താ പറയുക ഷെയ്ഡ് കിട്ടുമെന്നാണ് അവൾ പറഞ്ഞത്. അത് വെച്ചിട്ട് ഞാൻ നോക്കിയിട്ട് ഓർഡർ ചെയ്തതാണ്. ഇത് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഗൈസ്. ഞാൻ 3G ആയി, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് ഞാൻ 21 നാച്ചുറൽ ഐവറി ഷെയ്ഡാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. സംഭവം കാണാനൊക്കെ നല്ല രസമുണ്ട്. പുട്ടുമണി. അയ്യോ ഞാൻ ഇത് കാണിച്ചു തരാൻ വന്നില്ല, സോറി, ഞാൻ അത് പൊട്ടിച്ചു പോയി. ഇതാണെങ്കിൽ ഏകദേശം എൻ്റെ ഷെയ്ഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അയ്യോ ഇതിനെ കാണുമ്പോൾ എനിക്ക് തുറക്കാൻ തോന്നണില്ല, അവന് അത്രയും ഭംഗിയുണ്ട്. കാണുമ്പോൾ തന്നെ ഭയങ്കര ക്യൂട്ട്. ഞാനൊരു ദിവസം വീഡിയോ എടുക്കാതിരുന്നപ്പോഴാണ് ഇപ്പുറത്തെ വീട്ടിലത്തെ ആൾക്കാർക്ക് വീട് പണി ചെയ്യാനൊക്കെയുള്ള സമയം കിട്ടിയത്. അതുകൊണ്ടാണ് ഈ സൗണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ താമസിക്കുന്നത് എയർപോർട്ടിൻ്റെ അടുത്തായ കാരണം ഫ്ലൈറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പോണ സൗണ്ട് കേൾക്കും. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഹാർഡിലൊക്കെ തുറക്കില്ലേ അതുപോലെ. ഇതാ ഇങ്ങനെയാണ് ഇവൻ ഇരിക്കണത് ഇതിൻ്റെ ഉള്ളിൽ. അയ്യോ പാക്കേജിങ്ങൊക്കെ എന്ത് ഭംഗിയ കാണാൻ. ഇത് കാണുമ്പോൾ ഉപയോഗിക്കാൻ തോന്നണില്ല, അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇതാ ഇങ്ങനൊരു പാഡ് തന്നിട്ടുണ്ട്, നമുക്ക് ടാപ്പ് ചെയ്താക്കാൻ. എന്നിട്ട് ഇവിടെ നമ്മളെ എങ്ങനെ തുറക്കാം. അടച്ചു പൂട്ടി വെച്ചേക്കാണ് ഇവരിത്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതേ ഇവിടെ നമുക്കൊരു മിറർ തന്നിട്ടുണ്ട്. മിറർ ഞാനിപ്പോൾ തുറക്കണില്ല. എനിക്കറിയില്ല ഇത് എൻ്റെ കളറാവുമെന്ന്. ലെറ്റ്സ് സീ. എനിക്കൊരു ഐഡിയ ഇല്ല. ഈശ്വര എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഇത് എൻ്റെ ഷെയ്ഡായില്ലെങ്കിൽ ഞാൻ സത്യം അങ്ങനെ നോക്കിപ്പോൾ. ഇത് നമ്മളിങ്ങനെ ഡാബ് ചെയ്യുമ്പോൾ അതിങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ട്. എന്നിട്ട് ദിസ് ഈസ് മോർ യെല്ലോയിഷ്. എൻ്റെ പൊന്നെ ഷെയ്ഡല്ല, എൻ്റെ ഷെയ്ഡ് ഇങ്ങനെയല്ല. ഇതിപ്പോൾ ഞാൻ എടുത്തത് അധികമായിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഇതിപ്പോ സത്യം പറയാച്ചാ സംഭവം എനിക്കിഷ്ടമായി, നല്ല സാധനമാണ്. പക്ഷേ ഒരു തുണ്ട എൻ്റെ സ്കിന്നിനേക്കാളും ലൈറ്റാണ്. പക്ഷേ ഇങ്ങനെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് നല്ല ഡാബൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തിങ്ക് ഇറ്റ്സ് ഓക്കെ. പിന്നെ നമ്മൾ ഹൈലൈറ്ററും ബാക്കി സാമഗ്രികളൊക്കെ ഇടുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കണം. ബിക്കോസ് ഞാനത് കളയില്ല ഗൈസ്. കാരണം ഇതുപോലെ ഒരു മുട്ടക്കുഞ്ഞിനെ വാങ്ങിയിട്ട് യാനെ പോലെ ഇരിക്കുന്ന സാധനം തന്നെ വാങ്ങിയിട്ട് അതെനിക്ക് കളയാൻ പറ്റില്ല. സോ ഐ വിൽ യൂസ് ഇറ്റ്. ബട്ട് നിങ്ങളുടെ സെയിം കളർ ഇത് കിട്ടുവാണെങ്കിൽ ഇറ്റ്സ് സോ ഗുഡ്. ബിക്കോസ് ഇറ്റ്സ് ലിറ്ററലി ലുക്സ് ലൈക്ക് സ്കിൻ. നിങ്ങളുടെ സ്കിന്ന് പോലെ തന്നെയാണ് ഇത് ഇരിക്കുന്നത്. കുറച്ച് വൈറ്റ് അധികം അതിനുള്ളു, കുമ്മാട്ടി ഇട്ട പോലെയാണ് ഇരിക്കണത്. പിന്നെ ഞാൻ പ്രെപ്പൊന്നും ചെയ്യാണ്ടാണ് ഇട്ടേക്കണത്. സോ വൃത്തിക്കും മെനക്കും ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആവുമെന്ന് വിചാരിക്കണം. അയ്യോ അല്ല ഇപ്പൊ ഓക്കെ ആയി തോന്നണു അല്ലേ. ഇപ്പൊ അതൊന്ന് സെറ്റായപ്പോ എൻ്റെ സ്കിന്നിലേക്ക് സെറ്റായി വരുന്നുണ്ട്. എന്നാലും ഇപ്പൊ ഞാൻ എൻ്റെ കൈയൊക്കെ വെച്ച് നോക്കുമ്പോൾ കണ്ടോ, ബട്ട് കുഴപ്പമില്ല, തളരുകയില്ല, പതറുകയില്ല. പിന്നെ ഞാൻ വാങ്ങിയേക്കുന്നത് കുറച്ച് ബ്ലെൻഡിങ് നമ്മുടെ സ്പോഞ്ചസ് ആണ്. ക്യൂട്ട് പാക്കേജിങ് ആണ് സാറേ ഇവരുടെ മീറ്റ് കിട്ടി. അതെന്ന് വെച്ചാൽ 4 കോഴിമുട്ട വെച്ചിട്ട് വരുന്ന പോലെയാണ് വന്നേക്കുന്നത്. കോഴിമുട്ട അടക്കി വെച്ചേക്കുന്ന പോലെ പല എഡ്ജസ് ഉള്ള പർപ്പിൾ ഷെയ്ഡ്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ വാങ്ങിയത്.
അപ്പം അത്രേ ഉള്ളൂ. ഇതേ നമ്മുടെ സാധനം കാലിയായിട്ടുണ്ട്. ഇത് വേസ്റ്റാണ്. നമ്മുടെ സാധനം കാലിയായിട്ടുണ്ട്. ഇനി ഒന്നുമില്ല. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ബബിൾ റാപ്പ്. ഇത് ഞാൻ അവസാനം ഇനി പൊട്ടിക്കിരുന്നിട്ട് അപ്പം ഞാൻ ഇനി ഇത് പോയി പൊട്ടിക്കട്ടെ. അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് വാങ്ങിക്കൂട്ടിയ സാധനങ്ങൾ അടുത്ത 2 വർഷത്തേക്ക്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ഇനി പോയിട്ട് വീണ്ടും ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കട്ടെ. ഇത്ര നേരം എൻ്റെ തോന്നിവാസം കണ്ടിരുന്നെങ്കിൽ. അപ്പോൾ ഇനി പോയിട്ട് വെറുതെ പോവാണ്ട സബ്സ്ക്രൈബേഴ്സും ബെൽ ബട്ടനും പിന്നെന്താ ലൈക്കൊക്കെ ഒന്ന് ചെയ്തിട്ട് കൊള്ളാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.